السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. يا خير من دفنت بالقاع يظلمه، فطاب من طيبهن الكاء واللكم. എല്ലാവരും ഉറക്കെ ഒരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആദരണീയരായ ഈ മജ്ലിസ് പ്രസ്ഥാനത്തിൻ്റെ സാരഥിയും കർണാടക ഹജ്ജ് കമ്മിറ്റി അംഗവും നമ്മുടെ ആത്മീയ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് അസ്സഖാഫ് തങ്ങൾ, വേദിയിലുള്ള മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഒരു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പള്ളിയുടെ പരിസരത്ത് നിൽക്കുന്നവരൊക്കെ സദസ്സിൽ കടന്നിരിക്കണം. പ്രമുഖ പ്രഭാഷകൻ ബാദ്ഷാ സഖാഫിയുടെ പ്രഭാഷണമാണ് ഈ വേദിയിൽ നടക്കാനുള്ളത്. മഹത്തായ ഒരു പള്ളി, അതിന്റെ ഉദ്ഘാടനമാണ് അസർ നിസ്കാരത്തോടനുബന്ധിച്ച് ഇവിടെ നടന്നത്. പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. ആരുടെ പേരിൽ പള്ളി എടുത്താലും ബൈത്തുള്ള അത് അല്ലാഹുവിന്റെ വീടാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബിൽഡിങ്ങുകൾക്കോ മറ്റുള്ള എടുപ്പുകൾക്കോ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ പള്ളികൾക്കുണ്ട്. പള്ളിയിൽ കയറുമ്പോ ശുദ്ധി ഉണ്ടാകണം. പള്ളിയിൽ കയറിയാൽ പള്ളിയുടെ തഹിയ്യത്ത് രണ്ട് സുന്നത്ത് നിസ്കരിക്കണം. പള്ളി ഭൗതികമായ യാതൊരു ചർച്ചയും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാനും പാടില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല, കുറച്ച് വാർത്ത പറഞ്ഞാല് സന്തോഷം. ബർക്കത്ത് ചെയ്യട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിക്കകത്ത് വെച്ച് രണ്ടാളുകൾ സംസാരിക്കുന്നത് കേട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്?
ഈ നാട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പൊ ആരോ അതിഥികളാണ് ഈ നാട്ടുകാരല്ല. അള്ളാഹുവിന്റെ പള്ളിയിലാണ് കശപിശ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തക്കതായ ലഭിക്കുമെന്നായിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇപ്പോഴും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളികൾ ബഹുമാനിക്കപ്പെടേണ്ട ഇടങ്ങളാണ്, ആദരിക്കപ്പെടേണ്ട ഇടങ്ങളാണ്. പള്ളിയിൽ രാഷ്ട്രീയമില്ല, പള്ളിയിൽ സംസാരമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ഒട്ടകം, ആ ഒട്ടകത്തിന്റെ വിവരം പള്ളിയിൽ ഒരാൾ പരസ്യമായി പറഞ്ഞു. ഒട്ടകമെന്ന് പറയുമ്പോൾ ഏകദേശം വണ്ടിയുടെ പൈസ വേണം. ഒരു ഒട്ടകത്തിന് അന്നത്തെ കാലഘട്ടത്തിലെ വലിയ വണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, നിന്റെ നഷ്ടപ്പെട്ട ഒട്ടകം നിനക്ക് കിട്ടാതിരിക്കാതെ നീ അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ചത് പരസ്യം ചെയ്തുവല്ലേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് എന്ന് ഹദീസിൽ കാണാം. ഓ പ്രിയപ്പെട്ടവരെ, പള്ളികൾ നമുക്ക് സംസാരിക്കാനുള്ള ഇടങ്ങളല്ല. ഇവിടെ മഹാനായ ഈ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ആദൂർത്തങ്ങൾ അവർ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഈ പള്ളി നിർമ്മിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. പള്ളിയുടെ മഹത്വങ്ങൾ പറഞ്ഞു വിശദീകരിക്കുകയില്ല. ലമസ്ജിദുൻ നുസ്സിസ അലത്തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. തഖ്വയുടെ മേൽ അസ്തിവാരമിടപ്പെട്ട പള്ളി, ആ പള്ളിയിൽ അതിനെ അലങ്കരിക്കേണ്ടത്, ഇമാറത്ത് ചെയ്യേണ്ടത് ഇബാദത്തുകളെ കൊണ്ടാണ്, സിക്റുകളെ കൊണ്ടാണ്, തസ്ബീഹുകളെ കൊണ്ടാണ്, ഖുർആൻ പാരായണങ്ങളെ കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. നാട്ടുകാരുടെ ശല്യം സഹിക്കവയ്യാതെ ഏറും വെട്ടും അങ്ങനെ തുടങ്ങി മറങ്ങി ശക്തമായി സ്വന്തം വീട്ടിൽ പോലും കടന്നുറങ്ങാൻ കഴിയാത്ത വന്നപ്പോ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ട് ആദ്യമായി തുടങ്ങി വെച്ച പ്രവൃത്തി എന്താണെന്നറിയുമോ? അവിടെ ഒരു പള്ളിക്ക് തറക്കല്ലിട്ട കർമ്മമായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. മസ്ജിദ് ഖുബാ, ആ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചു. കൂടെ അവിടുത്തെ മുഹാജിറുകളും അൻസാരികളുമായ സഹായം നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റൽ ആഖിറ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. അർഹമുർ റഹീമായ റബ്ബേ, ഈ പള്ളിക്ക് സഹകരിച്ച ഇതിനു വേണ്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എന്നോടൊപ്പം പ്രവർത്തിച്ചവർക്കൊക്കെ ആഖിറത്തിലെ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അൻസാരികൾക്ക് പൊറുക്കണേ അല്ലാഹ്.
മുഹാജിരീങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ടവരെ, അത്രയും മഹത്വമുള്ള കാര്യമാണ് പള്ളി നിർമ്മിക്കൽ. അതുകൊണ്ടുമായില്ല ഈ പള്ളി നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ഇവിടെ സൂചിപ്പിച്ചത്, ഈ പള്ളി നിസ്കാരത്തിന് മാത്രമല്ല, ഈ പള്ളി ഇബാദത്തെടുക്കാൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ ദർസ് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിൽ ഉണ്ടാകും എന്ന് തങ്ങൾ തന്നെ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതായി ഞാൻ ഓർത്തെടുക്കുകയാണ്. ദർസുകൾ വ്യാപകമായി വേണം. പള്ളി ദർസുകൾ വളരെ ചുരുങ്ങിപ്പോയൊരു കാലമാണ്. അറബിക് കോളേജുകളുടെ ആധിക്യം പലപ്പോഴും പള്ളി ദർസുകളില്ലാതെയായി. എങ്കിലും പള്ളി ദർസുകൾ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ പാടില്ല. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോ ഇവിടെ എത്തിയപ്പോ ഈ മസ്ജിദ് കണ്ടപ്പോ ഏകദേശം നമ്മുടെ രാജ്യത്തുള്ള ഈ കർണാടക ഭാഗത്തുള്ള ഏറ്റവും വിദ്യാഭ്യാസ രംഗത്തൊരു ഹബ്ബായി അറിയപ്പെടുന്ന ഈ മുടിപ്പ് പ്രദേശം, ഇതിന്റെ പരിസരത്ത് ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്, കർണാടക യൂണിവേഴ്സിറ്റികളുണ്ട്, ഒരുപാട് ട്യൂഷൻ ഹബ്ബുകളുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസപരമായി ലഭിക്കാവുന്ന എല്ലാവിധ കോഴ്സുകളും എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ആദൂർ തങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഇവിടെ പ്രവർത്തനം തുടങ്ങി. ഇവിടെ പ്രധാനമായും തുടങ്ങിയ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യങ്ങളിൽ നിന്നൊക്കെ അസ്തമിച്ചു പോയ വയോജന പ്രായമുള്ള ആളുകൾക്കുള്ള ദർസുകൾ ഇവിടെ തുടക്കം കുറിച്ചു. ഫാത്തിഹ കൃത്യമായി ഓതാൻ അറിയാത്തവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്രസ കാണാത്തവർ, നിസ്കാരമെന്തെന്ന് പരിചയമില്ലാത്തവർ, നോമ്പിനെ കുറിച്ച് വിവരമില്ലാത്തവർ, ഈ ജനങ്ങളെ മുഴുവനും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നു സംശയങ്ങൾ തീർക്കുന്നു. ഫാത്തിഹ കൃത്യമായി അക്ഷരശുദ്ധിയോടെ ഓതി പഠിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയൊരു ദീനീ വിദ്യാഭ്യാസം മറ്റെന്താണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രാധാന്യം നൽകിയ ഇൽമിന്റെ മജ്ലിസുകൾക്ക് ഈ പള്ളി സാക്ഷിയാകുകയാണ്. ഈ പരിശുദ്ധമായ മാസം നമുക്കറിയാം, നബി തങ്ങളുടെ പേരിൽ മൗലിദ് സദസ്സുകൾ എല്ലായിടത്തും വ്യാപകമായി നടക്കുന്ന സമയമാണ്. ഇവിടെയും ഹുബ്ബുർ റസൂൽ പ്രഭാഷണമാണ്. ഞാൻ ആ ഭാഗം നീട്ടിപ്പരത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുകയല്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ ഖാല റസൂലുള്ളാഹി. സദസിൽ സ്വലാത്തിനി ചൊല്ലണം വന്നെങ്കിലും, സദസിൽ സ്വലാത്തിനി ചൊല്ലണം വന്നെങ്കിലും പൊറുക്കപ്പെടും അതിൽ വന്ന് പോയി എന്തെങ്കിലും. സ്വലാത്ത് ചൊല്ലൽ നല്ല രീതിയിൽ വേണ്ടതാ, ഖിബിലക്ക് നേരെ ഇരിക്കലേറ്റം നല്ലതാ. ഫഅലമു യാ ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കപ്പെടേണ്ട സമയമാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞാൻ ഒരു ദിവസത്തിൽ എത്ര സമയം സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, 4-1 നീക്കി വെക്കണോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. ഉബയ്യെ, നിങ്ങൾക്ക് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയും അത് നിങ്ങൾക്ക് ഖൈറാണെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലെ പകുതി സമയം ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കി വെച്ചാലോ? ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു, നിങ്ങൾ വർക്ക സ്വലാത്തല്ലോ, ഞാൻ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. ഇതിലും കൂടുതൽ നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? നിനക്കത് ഖൈറാണ് ഉബയ്യേ. ആ സമയത്ത് ആ സ്വഹാബി ചോദിക്കുന്നു, എന്റെ സമയത്തിൽ മുഴുവൻ ടൈമും ഞാൻ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കാം നബിയേ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, നിന്റെ ടെൻഷൻ അല്ലാഹു നീക്കി തരും. തൗഫറു സംബുക, നിന്റെ ദോഷം അല്ലാഹു പുറത്തു തരും. നിന്റെ വേദന, നിന്റെ ടെൻഷൻ, നിന്റെ മനപ്രയാസം അല്ലാഹു തആല അത് കാരണമായി നീക്കി തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങളിപ്പോ 2-3-4 സലാത്ത് ചൊല്ലിയാ മതിയോ? പോരാ. ഇപ്പൊ ഒരാള് റേഡിയോ വാർത്ത കേൾക്കുന്നു, ഞങ്ങള് മലയാളത്തിലെ എനിക്കറിയൂ, കന്നഡ റേഡിയോ വാർത്ത എനിക്ക് വലിയ പരിചയമുണ്ടായി. അപ്പൊ റേഡിയോ വാർത്തയിൽ റബീഉൽ അവ്വൽ പറയും, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം എന്ന് കേട്ടാൽ, എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് കേട്ടാൽ നമ്മൾ എന്ത് പറയണം? ഉറക്കെ പറ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ ആ നബി തങ്ങളുടെ പേര് കേട്ട് സലാത്ത് ചെല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഖീലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അൽ ബഖീലു മൻ സുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരാ ബഖീല്? സമ്പത്ത് കൊടുക്കാത്തവനല്ല, സക്കാത്ത് കൊടുക്കാത്തവൻ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ പേര് കേട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ ബഖീലെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ ഈ സദസ്സിൽ വന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കാതെ നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകരുത്. അവരൊക്കെയും നബി കുടുംബത്തിലെ അംഗങ്ങളാണ്. സയ്യിദന്മാരെ മുഴുവനും ബഹുമാനിച്ചു കൊള്ളണം. അതിൽ പാർട്ടിയില്ല, അതിൽ ഗ്രൂപ്പില്ല, അത് നാട്ടുകാരനാണെന്ന ചിന്തയില്ല, അത് നിസ്കരിക്കാത്ത ആളാണെന്ന ചിന്തയില്ല. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. സയ്യിദ് കുടുംബത്തിൽ പറഞ്ഞ ആളാണോ ബഹുമാനിച്ചു. അവിടെ ഒരു ഗ്രൂപ്പുമില്ല, അവിടെ യാതൊരു ചർച്ചയുമില്ല. അലുന്നബി സരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം യുതഗദാ ബിയദിൽ യമീനി ശഫിയതി. ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യൻ വഫാത്തോടെടുത്ത സമയത്ത് പാടിയതാണ്. ആലുന്നബി സരിയതി, നബി കുടുംബമാണ് എനിക്ക് രക്ഷ.
നബി കുടുംബമാണ് എനിക്ക് അത്താണി. എന്റെ അമലല്ല, എന്റെ നിസ്കാരമല്ല, എന്റെ നോമ്പല്ല, എന്റെ ദിക്റല്ല, എന്റെ മറ്റുള്ള സദഖകളല്ല. നബി കുടുംബത്തോടുള്ള എന്റെ ബഹുമാനവും ആദരവുമാണ് എനിക്ക് രക്ഷ. അതുകൊണ്ട് അർജൂബിഹിം യുതാദാ ബിയദിൽ യമീനി സഹീഫതി. നാളെ മഹ്ശറിൽ എന്റെ ഏട്, എന്റെ കിതാബ് എന്റെ വലത്തെ കയ്യിൽ തരാൻ, എനിക്ക് ലഭിക്കാൻ ഈ നബി കുടുംബത്തോടുള്ള സ്നേഹം പടച്ച റബ്ബേ അതിന്റെ ഒരു കാരണമാക്കി തീർക്കണേ അല്ലാഹ്. ഓ പ്രിയപ്പെട്ടവരെ, സയ്യിദന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. പ്രത്യേകിച്ച് ഈ കർണാടക ബോർഡർ സയ്യിദന്മാരോട് വലിയ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രദേശമാണെന്ന് അറിയാം. എങ്കിലും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. നിങ്ങൾ എത്ര കണ്ടൊരു ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്? ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ഒരു ദിവസത്തിൽ ചൊല്ലണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണുന്നു. മറ്റു ചില പണ്ഡിതന്മാര് പറയുന്നു 500 സ്വലാത്തെങ്കിലും ഒരു ദിവസം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ തങ്ങളെ എത്തിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല ഒരു ദിവസം എത്ര സ്വലാത്ത് ചൊല്ലാറില്ല, അത് അതപകടമായി പോകും. അതുകൊണ്ട് സ്വലാത്തിൽ ബഖീൽ തരം പാടില്ല എന്ന് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് കഴിക്കുന്ന മാസമാണ്. ഇല്ലേ? കർണാടകയിൽ എന്റെ മൗലിദ് ഉണ്ടായില്ലേ? ഉണ്ട്. വ്യാപകമായിട്ടില്ല. ഉണ്ട്. നമ്മൾ വരുന്ന വഴിയിലെല്ലാം പള്ളികളും മദ്രസകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. മൗലിദിലുള്ളത് മുഴുവനും സ്വലാത്താണ്. മൗലിദിലുള്ളത് മുഴുവനും ദുആയാണ്. മൗലിദിലുള്ളത് മുഴുവനും ഖുർആനും ഹദീസുമാണ്. ഔസാഫുമാ യന്തയി തഅദാദു ഫൽമദു യക്സുറു അംബുലുൽ മഖ്സദി യാ റബ്ബി സ്വല്ലി മുഹമ്മദി. അതും സ്വലാത്താണ്. യാ റബ്ബി റബ്ബേ സ്വല്ലി അലൻ നബി മുഹമ്മദി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ റബ്ബാകുന്ന ഈ സ്വലാത്ത് ചൊല്ലണം. നിന്റെ ഗുണമുണ്ടാകണം. മുൻജിൽ ഖലായികി സൃഷ്ടികളെ രക്ഷിക്കുന്നതായ റബ്ബാണ്. മിൻ ജഹന്നമ ജഹന്നം എന്ന നരകത്തിൽ നിന്ന് ഫീ വദീ നാളെ മഹ്ശറ ലോകത്ത്. ഒന്നും കൂടി ചൊല്ലി യാ റബ്ബി സ്വല്ലി യാ മുഹമ്മദി. മൗലിദ് മാസമായാൽ ചിലർ പറയും മൗലിദ് കഴിക്കാൻ പാടില്ല. അത് ഈ ഭാഗത്ത് അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാകില്ല. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇമാം ഗസാലി ഇമാം തങ്ങൾ രചിച്ച ഒരു മൗലിദിൽ നിന്ന് ചുരുക്കപ്പെട്ട ചില ഹദീസുകൾ ചുരുക്കി എഴുതി ഉണ്ടാക്കിയതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് അതിന്റെ രചയിതാവെന്ന് പറയപ്പെടുന്നു. മങ്കൂസ് മൗലിദിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ പൊന്നാണിയിൽ കൊറോണ പോലെയുള്ള വലിയ മാരകമായ രോഗം പിടിപെട്ടു. കോളറ പോലെയുള്ള രോഗം പിടിപെട്ടു. ജനങ്ങൾ ഇഞ്ചിഞ്ചായി മരിക്കാൻ തുടങ്ങി. കുറെ മയ്യത്തുകളൊക്കെ ഒരു കബറിലിടുന്ന സ്ഥിതി വന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി.
മഹാനവറുകളെ സമീപിച്ചുകൊണ്ട് എല്ലാവരും ഇതിനൊരു പരിഹാരം വേണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ചൊല്ലി ദുആ ചെയ്യണം എന്നൊരു അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് മങ്കൂസ് ചുരുക്കപ്പെട്ടത് എന്ന പേരിലുള്ള ഈ മൗലിദ് രചിച്ചത് എന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണുന്നു. മറ്റു ചില അഭിപ്രായങ്ങളുണ്ട്. ഇർതകബ്തു അലൽ ഖാതാ غير حسر وعد لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു സയ്യിദി ഖൈറൻ നബി. ഓ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ദോഷം ചെയ്തു പോയ അടിമയാണ് ഞാൻ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയൊരടിമയാണ്. എന്റെ കാര്യത്തിൽ ഒന്ന് പടച്ചറപ്പിനോട് അങ്ങൊന്ന് ദുആ ചെയ്യണം എന്നൊരു മോമിനായ മനുഷ്യൻ നബി തങ്ങളോട് ആവശ്യപ്പെടുന്ന അവസ്ഥ രംഗമാണ് ഈ മങ്കൂസ് മൗലിദ് അടക്കമുള്ള മൗലിദുകളിൽ കാണുന്നത്. ഇമാം മഅ്തബി റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഒരു റിപ്പോർട്ടിൽ കാണാം, ഒരഅറാബിയായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൽ ഒരഅറാബിയായ മനുഷ്യൻ പ്രവേശിച്ചു. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതുകയാണ്. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതേ കുറ്റം ചെയ്ത ജനങ്ങൾ, അക്രമം ചെയ്ത ആളുകൾ തങ്ങളുടെ അടുത്തേക്ക് അവർ വരും. എന്നിട്ട് നബിയെ മുൻനിർത്തി വസ്തഗ്ഫറുല്ലാഹ, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടും. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അങ്ങനെ ഒരാൾ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ സ്വീകരിക്കപ്പെട്ടവനായി എത്തിക്കുന്നതാണ് എന്നറിയിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അദ്ദേഹം ഓതി. എന്നിട്ട് ഈ അറാബിയായ മനുഷ്യനതാ വീണ്ടും പാടുകയാണ്. യാ ഖൈറ മൻ ദുഫിന ബിൽഖായിയദുമുഹു ഫത്വാബ മിൻ തീബിൻ നൽകാഉ വല്ലകമു മൗലായ. എന്ന പ്രദേശത്ത് മാറപ്പെട്ട് കിടക്കുന്നവരിൽ ഏറ്റവും ഉന്നതരായ നബിയെ. എന്ന് പറഞ്ഞാൽ മദീനയുടെ മറ്റൊരു പേരാണ്. മദീന എന്ന രാജ്യത്തിന് നിരവധി പേരുകള് താരീഖ് മദീനയിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഖാഇ എന്ന പ്രദേശത്ത് മറപ്പെട്ട് കിടക്കുന്നവരിൽ ഉന്നതരായ നബിയെ ഫത്വബ മിൻ തീബിൻ നൽകാഉ വല്ലകമു, അങ്ങയുടെ ഭൗതിക ശരീരം ഇവിടെ കിടക്കുന്ന കാരണത്താൽ ഈ രാജ്യത്തിന് ശറഫുണ്ട് നബിയേ, പ്രത്യേകതയുണ്ട് റസൂലേ, ബഹുമാനമുണ്ട് നബിയേ, സമാധാനമുണ്ട് നബിയേ എന്നിങ്ങനെ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി അറാബി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം നിർത്തുന്നില്ല. നഫ്സി ഫിദാഉൽ ലികബ്രിൻ തസകിനു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഓ നബിയെ, സാധുവായ ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു. എന്റെ ശരീരം അങ്ങേക്ക് പണയമാണ് റസൂലേ. ഞാനിതാ അങ്ങയുടെ മുമ്പിൽ ഒരുപാട് ദോഷം ചെയ്ത, ഒരുപാട് കുറ്റം ചെയ്ത, ഒരുപാട് വേണ്ടാതരം പ്രവർത്തിച്ചു, അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങി അങ്ങയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നബിയേ. അന്തശഫീഉല്ലദീ തുർജാ ശഫാഅതുഹു على الصراط إذا ما زلت القدم مولاي صل وسلم. അതുകൊണ്ട് അവിടുത്തെ ശഫാഅത്ത് എനിക്ക് ലഭിക്കണം റസൂലേ. അത് പറയാനാണ് ഞാൻ ഇവിടെ എത്തിയത്. സിറാത്ത് പാലം കടക്കുന്ന കൂട്ടത്തിൽ കാലിടറി ജഹന്നമെന്ന നരകത്തിലേക്ക് തെന്നി വീഴാതെ മിന്നൽ വേഗതയിൽ കടത്തണം നബിയേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ദുആ ചെയ്തു. അവസാനം അദ്ദേഹം പറയുന്നു, വസ്വാഹിബക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈക്കും മാജറൽ കലമു. ഞാൻ തിരിച്ചു പോകുകയാണ് ഹബീബേ. അവിടത്തെ രണ്ട് കൂട്ടുകാർ അവിടത്തോടൊപ്പം കിടക്കുന്നുണ്ടല്ലോ. ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തെ ആള് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ രണ്ട് കൂട്ടുകാർക്കും എന്റെ സലാം പറഞ്ഞേക്കണം റസൂലേ, പറഞ്ഞേക്കണം ഹബീബേ. യാറാവീതും പാടിയിട്ട് തിരിച്ചു പോയി. മഹാനായ അത്തബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, എനിക്ക് ഉറക്കം വന്നു, ഞാൻ അല്പം തൂങ്ങിയുറങ്ങിപ്പോയി. ആ സമയത്ത് ഉറക്കിലതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തബിയോട് പറയുന്നു, ഓ അത്തബി, ഇവിടെ വന്ന് ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ആ അറാബിയായ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു കേട്ടോ. ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കണം കേട്ടോ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന് വേണ്ടി രാപ്പകൽ വേദമന്യ ദിവസങ്ങളായി തങ്ങളവർകൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് എന്നോട് പറഞ്ഞു ഫോണ് പോലും അറ്റൻഡ് ചെയ്യാനുള്ള സമയമില്ല. ആ നിലയ്ക്ക് ഈ പള്ളിയുടെ പുനർനിർമ്മാണത്തിനും മറ്റുള്ള പദ്ധതികൾക്കും നേതൃത്വം നൽകി അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഇപ്പൊ കേരളത്തിലും മഞ്ഞമ്പാറയിലും മജ്ലിസിലും അവിടെയും ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു, ഇവിടെയും പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വം മാത്രമാണ്. ബാക്കി കൂടെയുള്ള ഞങ്ങളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ക്ഷണിച്ചാലൊന്ന് വരും പോകും എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾക്കൊന്നും ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ജാമിയ സഅദിയ അറബിയ 55ാം വാർഷിക സനദ് ദാന മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് നവംബർ 22, 23, 24 തീയതികളിൽ വളരെ വിപുലമായ രീതിയിൽ സഅദിയയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ പ്രചാരകരാകണം, അതിന്റെ പ്രവർത്തകരാകണം. ചുമരെഴുത്തുകളും മറ്റുള്ള പ്രവർത്തനങ്ങളും പരമാവധി പ്രവർത്തകർ നടത്തണം. ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങൾ അടക്കമുള്ളവരാണ് ഈ സ്ഥാപനങ്ങളെയൊക്കെ സാരഥി. മർഹൂം താജുൽ ഉലമയും മർഹൂം നൂറുൽ ഉലമയും 40ലേറെ വർഷക്കാലം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും വിദ്യാഭ്യാസത്തിന് ആദ്യം തുടക്കം കുറിച്ച സ്ഥാപനവും കൂടിയാണ്. ഇപ്പോൾ ചിലർക്കൊക്കെ അതിൽ സംശയമുണ്ടെങ്കിലും അതിന്റെ ചരിത്രം അങ്ങനെയാണ്. സമന്വയ വിദ്യാഭ്യാസം എന്നൊരു ആശയം നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഈ ഭാഗങ്ങളിൽ തുടക്കം കുറിച്ചത്, നമ്മുടെ ഇന്ത്യയുടെ ഇത്തരം സംസ്ഥാനങ്ങളിൽ തുടക്കം കുറിച്ചത് ജാമിയ സഅദിയായിരുന്നു. ആ ഒരു കാര്യവും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.